നിലയ്ക്ക് പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ഇരുവിഭാഗങ്ങളും അയയുകയാണ് പതിവ്. 3 ആഴ്ചയിലപ്പുറം നീളാതെ പരിഹാരം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഇരുകൂട്ടരും വാശിയിലാണ്. 2 കൂട്ടരുടെയും നയങ്ങൾ കൂട്ടിമുട്ടാത്തതിനാൽ ഏതെങ്കിലും ഒരു വിഭാഗം വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. റിപ്പബ്ലിക്കന്മാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ മാത്രം ഡെമോക്രാറ്റുകൾ വഴങ്ങാനാണ് നിലവിൽ സാധ്യത. പാരിസ്ഥിതിക പദ്ധതികൾക്കുൾപ്പെടെ പണം അനുവദിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ മാത്രമേ ഡെമോക്രാറ്റുകൾ വഴങ്ങുകയുള്ളൂ. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ട്രംപ് ഒരുങ്ങുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ട്രഷറി പൂട്ടുന്ന സമയത്ത് ജീവനക്കാരെ പിരിച്ചുവിടുന്നതൊക്കെ സാധാരണ താൽക്കാലിക നടപടികളായിരുന്നു. ട്രഷറി തുറക്കുമ്പോൾ ജീവനക്കാർക്ക് തിരികെ കയറാനും കഴിഞ്ഞിരുന്നു. എന്നാൽ ട്രംപ് ഇത്തവണ തസ്തികകൾ വെട്ടിക്കുറയ്ക്കും എന്ന പിടിവാശിയിലാണ്. ഒത്തുതീർപ്പിനുള്ള സാധ്യത ഇല്ലാതാക്കുന്നതും ഇതാണ്. 2018 35 ദിവസം നീണ്ടുനിന്ന ട്രഷറി പൂട്ടലിൽ 8 ലക്ഷം ജീവനക്കാർക്കാണ് താൽക്കാലികമായി ജോലി നഷ്ടപ്പെട്ടത്. ഇത്തവണ ആദ്യഘട്ടത്തിൽ തന്നെ 7.5 ലക്ഷം പേരെയാണ് പിരിച്ചുവിടാൻ ആലോചിക്കുന്നത്. അമേരിക്കയിലെ ഗതാഗത സംവിധാനങ്ങളും താളം തെറ്റാൻ ഇടയുണ്ട്. ശമ്പളം ലഭിക്കില്ല എന്നതുകൊണ്ട് തന്നെ ജീവനക്കാർ വിട്ടുനിന്നാൽ പൊതുഗതാഗതം തടസ്സപ്പെടും. ഇത് വിമാന സർവീസുകളെയും ബാധിക്കാം. വ്യാപാര രംഗത്തെ അതീവ ഗുരുതരമായി ബാധിക്കും. സർക്കാർ പണം വിപണിയിൽ ഇറങ്ങിയില്ല എന്നതിനാൽ ധനവിനിമയം ഏറെക്കുറെ നിശ്ചലമാകും. ചില വ്യവസായങ്ങൾ ഒരു കാലത്തും തിരിച്ചുവരാൻ കഴിയണം എന്നുമില്ല.